തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളൊക്കെ എന്നാ വായിക്കുന്നേ? തെരഞ്ഞെടുപ്പിന്റെ കണ്ടില്ലേ, ഇന്ദ്രജാലം പോരുന്നു അല്ലേ? ഇപ്പോ UDF സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിക്കും. ആര്യയുടെ ഷൗക്കത്ത് നേരെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ല, UDF സീറ്റല്ലേ ഇത്? പഴയ 10, 30, 29 കൊല്ലത്തോളം ആര്യാടൻ മുഹമ്മദാണ് ഇവിടെ MLA ആയിരുന്നത്. പിന്നെ പാർട്ടിയിലുണ്ടായ ഒരു വടംവലി കാരണമാണ് 2016 സീറ്റ് നഷ്ടപ്പെട്ടത്. അത് 2021 തീർച്ചയായിട്ടും ജയിക്കും, അത് സംശയമൊന്നുമില്ല. നേരത്തെ MLA ആയിരുന്നു, ഇപ്പൊ UDF നിൽക്കുകയാണ്. പക്ഷെ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനോട് ചെറിയ അതിർത്തി ഉണ്ട്. അത് ഒരു പ്രശ്നമാവില്ല? അതൊന്നും ഇപ്പോൾ ഒരു അതിർത്തിയില്ല, അവരൊക്കെ നല്ല ബന്ധത്തിൽ തന്നെയാണ്. അതൊക്കെ മാറി. അൻവർ ഇപ്പോൾ UDF ഒരു ഭാഗമായിട്ട് വന്നില്ലേ. എന്നാലും ചെറിയ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള ഒരു പ്രശ്നമില്ല. ജോയി ആകട്ടെ എന്ന് ആദ്യം പറഞ്ഞ ആളാണ്. അതൊക്കെ മാറി. എന്നും ഒരേമാരില്ലല്ലോ. പിന്നെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ലല്ലോ, എപ്പോഴും മാറാലോ. ഈ വഴിക്കടവിൽ നിന്ന് ജയിച്ച ഷെറോണ ജോയി ആയിരിക്കും LDF സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു. തീരുമാനമായിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു വലിയൊരു ചലഞ്ചിങ് ഉണ്ടാവില്ല? ഒരു ചലഞ്ചിങ്ങും ഇല്ല. ഷെറോണ റോയി അല്ല ആരും വന്നിട്ടും കാര്യമില്ല. ഇത് UDF പിന്നെ 3 പതിറ്റാണ്ട് കൊണ്ടുനടന്ന സീറ്റാണ്. അത് ഒരു സംശയമല്ല, ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണാണ്, വലിയ തർക്കമല്ല. ഇലക്ഷൻ എന്താവും? ഓക്കെ, ശരിയാട്ടെ, എല്ലാം കഴിച്ചാട്ടെ, എല്ലാം എന്താ പറയാ. അങ്ങനെ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറെ കൂടി സജീവമാകൂലേ ഇലക്ഷൻ? ഈ ചന്തക്കുന്ന് നല്ല ശക്തമായ മത്സരമായിരിക്കും എന്നാണ് നമ്മളെ പ്രതീക്ഷ. പിന്നെ ഈ മഴ കാരണം ഇനി എന്തെങ്കിലും പോളിംഗ് കുറയാൻ സാധ്യത. ആര്യയുടെ ഷൗക്കത്തിലേക്കാണ് UDF സ്ഥാനാർത്ഥി ചർച്ചകൾ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും? നമ്മുടെ സ്ഥാനാർത്ഥി LDF ആരാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ഫൈറ്റ്. അത് LDF സംബന്ധിച്ചോളം അൻവർ മാറിയതുകൊണ്ട് ഇവിടെ സീറ്റ് വിജയിക്കണം എന്നുള്ള ഒരു നിർബന്ധം LDF ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇവിടുത്തെ വോട്ടർമാരെ വഞ്ചിച്ചുകൊണ്ടാണ് അൻവർ പോയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് LDF ശക്തമായ പ്രചരണം തന്നെ ഉണ്ടാവും. അതിന് അൻവറിനൊരു മറുപടി കൊടുക്കും? തീർച്ചയായിട്ടും മറുപടി കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മൾ ഈ ആര്യയുടെ ഷൗക്കത്ത് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ അൻവറിന് ചില അതിർത്തിയൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ശരിക്കും UDF ക്യാമ്പിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കൂലേ? തീർച്ചയായിട്ടും. അൻവർ തുടക്കം മുതലേ അതിനാണ് ശ്രമിച്ചിട്ടുള്ളതും ഇപ്പോഴും അതിന് തന്നെയാണ്. പുറത്തേക്ക് അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും അൻവറിൻ്റെ മനസ്സിലുള്ളത് വേറെയാണ്. പക്ഷേ അൻവർ ഈ രാഷ്ട്രീയത്തോടുകൂടി അൻവർ രാഷ്ട്രീയത്തിൽ അപ്രസക്തനാണ്. ഈ നിലമ്പൂർ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടോടുകൂടി ഓക്കെ. അൻവർ ഈ പറഞ്ഞ പോലെ LDF ശക്തമായ പോരാട്ടം നടത്തണം. മാത്രമല്ല LDF സംബന്ധിച്ചോളം പിന്നെ PV അൻവറിനെ തോൽപ്പിക്കുക, അല്ലെ PV അൻവറിന്റെ ഫാക്ടറി ഇല്ലാതാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. ഇലക്ഷൻ ആകുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? ഇപ്പോൾ ആര്യയുടെ ഷൗക്കത്തായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും മത്സരം? ഉഷാറാവോ? എൻ്റെ പേര് റിഷാദ് കാഞ്ഞിരമ്പാറ. ഞാൻ ഇവിടുത്തെ CPI ബ്രാഞ്ച് സെക്രട്ടറിയാണ്. നിലമ്പൂർ നിയോജക മണ്ഡലം ഇവിടെ പുനർനിർണ്ണയം സംബന്ധിച്ച ശേഷം 3 തെരഞ്ഞെടുപ്പ് നടന്നു. ഈ 3 ഒരെണ്ണത്തിൽ UDF ജയിച്ചു, ആര്യയുടെ മുമ്പ്. ബാക്കി 2 ചെറിയ ഭൂരിപക്ഷം, 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ബാക്കി 2 തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ജയിച്ച LDF ആണ്. മണ്ഡലം പുനർനിർണ്ണയം അനുകൂലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് PV അൻവർ നിങ്ങളുടെ MLA 2 തവണ വിജയിച്ച ആൾ, അദ്ദേഹം UDF നിൽക്കുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ഒരു വാദം അത് ബാധിക്കുന്നല്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഫാക്റ്റ് ഇല്ല ഇവിടെ. അദ്ദേഹം ഇവിടുന്ന് ഈ MLA സ്ഥാനം രാജിവെച്ചു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടല്ലോ. ഇവിടെ റേഷൻ കട അരി കിട്ടാത്തതിൻ്റെ പേരിലോ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിലോ സാധാരണക്കാർ എന്തെങ്കിലും വിഷയത്തിൽ മണ്ഡലത്തിൽ നടക്കാത്തതിൻ്റെ പേരിലല്ല അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ഈ മണ്ഡലത്തിലെ സർക്കാരിനെ കുറിച്ചും പോലീസിനെ കുറിച്ചും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം. അല്ല, അത് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. എല്ലാ കാലങ്ങളിലും ഏത് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും എല്ലാവരെ കുറിച്ചും പരാമർശങ്ങളും വിമർശനങ്ങളും ഉണ്ടാവാറുണ്ട്. അത് പ്രതിപക്ഷത്തിന്റെ കടമ നിലനിൽക്കുക. അദ്ദേഹം പ്രതിപക്ഷത്തിന് വേണ്ടി ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് മാറി എന്നുള്ളതാണ്. PV അൻവർ എഫക്റ്റ് ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഇല്ല. LDF വലിയ ഭൂരിപക്ഷത്തോടെ ഇവിടെ വിജയിക്കും. ഏത് സ്ഥാനാർത്ഥിയാണ്? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ആര്യയുടെ ഷൗക്കത്ത് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ PV അൻവർ ചില അതൃപ്തി പ്രകടമാക്കുന്നുണ്ട്. അതൊക്കെ UDF ക്യാമ്പിന്റെ ഒരു ആശയക്കുഴപ്പമായി മാറില്ലേ? ഇവിടെ അവരാഭ്യന്തരക്കാരെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. പക്ഷേ LDF ഇവിടെ ഒറ്റക്കെട്ടായിട്ട് നല്ല രീതിയിലൂടെ മത്സരം കാഴ്ചവെക്കും, ഇവിടെ വിജയിക്കും. അക്കാര്യത്തിലൊരു തർക്കമില്ല. സ്ഥാനാർത്ഥി LDF ആരെ നിർത്തിക്കഴിഞ്ഞാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിനത്തിൽ ഒരു പ്രയാസമൊന്നുമില്ല. ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും, അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും. എന്താ ഒരു CPI ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. കൃത്യമായി തന്നെ പറയുന്നത് സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഒരു പ്രശ്നമൊന്നുമല്ല. LDF വിജയിക്കും, PV അൻവർ ഫാക്ടറി മറികടക്കും എന്നാണ് പറയുന്നത്. നിലമ്പൂർ വോട്ടറാണോ? मैं हिंदी वाला है भाई। हिंदी वाला, നിങ്ങൾ ഹിന്ദി വാലാണോ? ഓക്കെ. നമുക്ക് നിലമ്പൂരിൻ്റെ പ്രത്യേകത ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടുതലുള്ള സ്ഥലമാണ്. ഇലക്ഷൻ വീണ്ടും പ്രഖ്യാപിച്ചു, വീണ്ടും ഇലക്ഷൻ വരുന്നുണ്ട്. നിലമ്പൂർ വോട്ടുകാരല്ല. നേരത്തെ നമ്മൾ ചില പ്രതികരണങ്ങൾ എടുത്തിരുന്നു. അതിലൊക്കെ UDF വേണ്ടി UDF അല്ലെങ്കിൽ UDF വിജയിക്കുമെന്ന് പറയുന്നവരാണെങ്കിൽ LDF ശക്തമായ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന ആൾക്കാരും
ഉണ്ട്. അതായത് നിലമ്പൂരിലെ പോരാട്ടം അത്ര എളുപ്പമല്ല ആർക്കുമെന്ന് വളരെ വ്യക്തമാണ്. പി വി അൻവർ വന്നു എന്നുള്ളത് കൊണ്ട് വളരെ ഈസി വാക്കോറാണെന്ന് പറയാൻ പറ്റില്ല. പി വി അൻവർ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിനുള്ള നിലപാട് എന്തായിരിക്കുമെന്നുള്ള ഒരു വശം മാത്രമല്ല, എൽ ഡി എഫിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരിക്കും. പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റനെ അവിടെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പി വി അൻവർ ഒരു ഇതിലേക്ക് പോയി, അതായത് ഒരു പുറത്തേക്ക് പോകുന്നു. പിണറായി സൻ തകരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫാക്ടർ ഇല്ല എന്ന് പറയാനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ വിജയ സാധ്യതകൾ നിലനിർത്താനും സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നാട്ടുകാരനെ അല്ല, നിങ്ങൾ നാട്ടുകാരനല്ല. എന്താ ഇലക്ഷൻ നിങ്ങൾ മറുപടി പറയല്ലോ, എൽ ഡി എഫ് സീറ്റ് നിലനിർത്തും. അത് പി വി അൻവർ നിങ്ങൾ 2 തവണത്തെ എം എൽ എ ആയിരുന്നു. പി വി അൻവർ ഇടതുവശത്തിന് ഇവിടെ ജയിക്കാൻ പി വി അൻവർ ഒരു തടസ്സം തന്നെയല്ല. പി വി അൻവർ ഇവിടെ 2016 ആദ്യം മത്സരിക്കണേ. പി വി അൻവർ ജയിച്ചു 2 പ്രാവശ്യം ജയിച്ചു. ഇനിയിപ്പോൾ പാർട്ടിന്റെ വികസനങ്ങൾ നിലനിർത്തിക്കൊണ്ട് എൽ ഡി എഫ് ഇവിടെ ജയിക്കും. പിന്നെ പരിഷ്കാരം അല്ലെങ്കിൽ ഭരണം പറഞ്ഞുകൊണ്ട് തന്നെ ജയിക്കാൻ പറ്റും. അതിലേറെ പറഞ്ഞുകൊണ്ട് തന്നെ വിജയിക്കാൻ പറ്റും. സി പി എമ്മിന് ഇപ്പോൾ നല്ല സെറ്റപ്പിലുള്ള സമയമാണ്. ഇപ്പോൾ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കുടുംബയോഗങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ പഞ്ചായത്തിനും കുടുംബയോഗങ്ങളും ഗ്രാമ മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു സി പി എമ്മോട്. ഇനി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച് ഇലക്ഷൻ പ്രചരണം മാത്രം മതി സി പി എമ്മിന്.